ക്രൂരമായ പീഡനങ്ങളും ഏകാന്തതയും നിറഞ്ഞ വിയറ്റ്നാമിലെ ഹാനോയ് ഹിൽട്ടൺ തടവറയിൽ നടന്നത് മനുഷ്യത്വത്തിൻ്റെയും വിശ്വാസദാർഢ്യത്തിൻ്റെയും ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. സഹതടവുകാർക്ക് ആശ്വാസമേകാൻ സ്വന്തം പ്രഭാതഭക്ഷണം ത്യാഗം ചെയ്ത് ജപമാലകൾ നിർമ്മിച്ച ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ധീരതയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആൻഡ്രൂ ബിഗിയോ എന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ബിൽ എന്ന മുൻ യുദ്ധ തടവുകാരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. This is a rosary that was made out of bread, and one of the older guys was a Catholic, and that's what he did. He made rosaries. So we got a piece of bread in the morning to eat for breakfast, and he would take part of that and pull the string from his blanket and make this rosary. And he stole a pen with ink and he colored it, and he would make this. And as new POWs would come in that were Catholic, he would risk his. തടവറയിൽ ഓരോ ദിവസവും രാവിലെ ലഭിക്കുന്ന പരിമിതമായ ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു കഷ്ണം റൊട്ടിയാണ് ജപമാല മണികൾ നിർമ്മിക്കാൻ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. റൊട്ടി ഉരുട്ടി മണികളാക്കി മാറ്റിയ ശേഷം തടവറയിലെ കമ്പിളിപ്പുതപ്പിൽ നിന്ന് വേർതിരിച്ചെടുത്ത നൂലുകൾ കോർത്താണ് ജപമാല തയ്യാറാക്കിയിരുന്നത്. മോഷ്ടിച്ചെടുത്ത ഒരു പേനയിലെ മഷി ഉപയോഗിച്ച് ഈ മണികൾക്ക് നിറം നൽകുകയും ചെയ്തിരുന്നു. പുതുതായി എത്തുന്ന കത്തോലിക്കരായ തടവുകാർക്ക് ഇദ്ദേഹം ഈ ജപമാലകൾ എത്തിച്ചു നൽകിയിരുന്നു. തടവറയിലെ ജനാലകളിലൂടെ ഇത് അകത്തേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് പതിവ്. പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നിട്ടും അദ്ദേഹം ഈ ദൗത്യം തുടർന്നു. എനിക്കും അത്തരത്തിലൊരു ജപമാല ലഭിച്ചു. തടവറയിൽ നിന്ന് മോചിതനായി വരുമ്പോഴും ഞാനത് ഭദ്രമായി കരുതിയിരുന്നുവെന്നും ബിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. രോഗികളും പരിക്കേറ്റവരുമായ തടവുകാരെ ആദ്യം വിട്ടയച്ചപ്പോൾ പരിശോധനകൾ കർശനമല്ലാത്തതിനാൽ ഈ ജപമാലകൾ പുറത്തെത്തിക്കാൻ തടവുകാർക്ക് സാധിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന തൻ്റെ മുത്തശ്ശിയും സമാനമായ രീതിയിൽ റൊട്ടി കൊണ്ട് ജപമാലകൾ നിർമ്മിച്ചിരുന്നതായി വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു യുവതി കമൻറ്റ് ചെയ്തു. വിശ്വാസവും സാഹോദര്യവും ഏതൊരു തടവറയ്ക്കുള്ളിലും ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ റൊട്ടി ജപമാലകളുടെ ചരിത്രം.